എല്ലാവർക്കും ബയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് +1 ബയോളജിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫില്ലോടാക്സി എന്ന ചെറിയ ടോപ്പിക്കുമായാണ്. ഫില്ലോടാക്സി എല്ലാവർക്കും അറിയാം, പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഹാളിലിരിക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിളായിരിക്കും പ്രശ്നം. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ വാട്ട് ഈസ് ഫില്ലോടാക്സി, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫില്ലോടാക്സി, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫില്ലോടാക്സി എന്നിവയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സാമ്പിൾ സഹിതം നമുക്ക് ഫില്ലോടാക്സി നന്നായി ഓർത്തിരിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് ഫില്ലോടാക്സി? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. ഒരു സ്റ്റെമ്മിൽ എങ്ങനെയാണ് ലീവ്സിനെ അറേഞ്ച് ചെയ്യുന്നത്? ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഈസ് കാൾഡ് ഫില്ലോടാക്സി. ഈ ചെടി ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സ്വന്തം ചെമ്പരത്തി. ഹിബിസ്കസ് എന്നും ചൈന റോസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഹിയർ ദ നോട്ട് കണ്ടെയ്ൻ സിംഗിൾ ലീഫ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ. അതായത് ഒരു നോഡിൽ ഓരോ ഇലകൾ വീതം ഓൾട്ടർനേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നിടവിട്ട് ഒരു ഇല വീതം മാത്രം കാണപ്പെടുന്ന ഇത്തരം ഫില്ലോടാക്സിയാണ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്തിരിക്കുക, ഹിബിസ്കസ് ഓർ ചൈന റോസ്. നമ്മുടെ നാട്ടുപുറങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മറ്റൊരു ചെടിയാണ് എരുക്ക് അഥവാ കലോട്രോപ്പിസ്. ഈ ചെടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചെടിയിലുണ്ടാകുന്ന ഒരു പച്ച കളറിലുള്ള ഇറഗുലർ ഷേപ്പിലുള്ള അത് മെച്ചുറാകുമ്പോൾ അതിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലൊക്കെ പറന്നു നടക്കുന്ന അപ്പുപ്പന്താടി ഉണ്ടാകുന്നത്. അതായത് സീഡ് ഡിസ്പേഴ്സ് സഹായിക്കുന്ന പാപ്പസ് ഹെയറുള്ള അപ്പുപ്പന്താടി പറന്നു നടക്കുന്നത് ഈ ചെടിയുടെ ഫ്രൂട്ടിൽ നിന്ന് പുറത്തു വരുന്നതുകൊണ്ടാണ്. അപ്പോൾ കലോട്രോപ്പിസ് കാണാത്തവർ ഇത് നിറഞ്ഞിരിക്കുക നമ്മുടെ സ്വന്തം എരുക്കാണ്. ഈ എരുക്കിൻ്റെ നോഡിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കാണാം ഒരു നോഡിൽ 2 ഇലകൾ കാണാം. അത് ഓപ്പോസിറ്റ് പൊസിഷനിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു നോഡിൽ 2 ഇലകൾ അത് ഓപ്പോസിറ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. എ നോട്ട് കണ്ടെയ്ൻ 2 ലീവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. എക്സാമ്പിൾ കലോട്രോപ്പിസ് അഥവാ എരുക്ക്. ഗുവ, നമ്മുടെ സ്വന്തം പേരയിൽ കാണുന്നതും ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയാണ്. കാണാം, ഒരു നോഡിൽ 2 ഇലകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് കൊണ്ട് പേരയിലും കാണപ്പെടുന്നതും ഓപ്പോസിറ്റ് ഫില്ലോടാക്സി തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആൾസ്റ്റോണിയ അഥവാ ഏഴിലം പാല എന്ന ചെടിയുടെ ഫ്രണ്ടിലാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന പാല എന്നറിയപ്പെടുന്ന ഏഴിലം പാല. എന്തുകൊണ്ടായിരിക്കും ഏഴിലം പാല എന്ന പേര് അറിയപ്പെട്ടത്? ഇവിടെ നമുക്കൊരു നോഡിൽ 7 ഇലകൾ കാണാൻ കഴിയും. അതായത് 2ൽ കൂടുതൽ ലീവ്സാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലീഫാണെങ്കിൽ ഓൾട്ടർനേറ്റ് എന്നും 2 ലീഫാണെങ്കിൽ ഓപ്പോസിറ്റ് എന്നും 2ൽ കൂടുതൽ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത്തരം ഫില്ലോടാക്സിയെ വേൾഡ് ഫില്ലോടാക്സി എന്ന് പറയുന്നു. ഹിയർ ദ നോട്ട് കണ്ടെയ്ൻ മോർ ദാൻ 2 ലീവ്സ്. സച്ച് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി ആർ സെറ്റ് ടു ബി വേൾഡ് ഫില്ലോടാക്സി. എക്സാമ്പിൾ ഓൾസ്റ്റോണിയ അഥവാ ഏഴിലം പാല. അപ്പോൾ ഫില്ലോടാക്സി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക് തരട്ടെ. ഐഡൻറ്റിഫൈ ദ ഫില്ലോടാക്സി ഇൻ ഫോളോയിങ് പ്ലാന്റ്സ്. മാംഗോ ട്രീ അഥവാ മാവ്, ഇക്സോറ അഥവാ തെറ്റിപ്പൂവ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, നീരിയം അഥവാ അരളിപ്പൂവ്. ഈ ചെടികളിൽ കാണപ്പെടുന്ന ഫില്ലോടാക്സി എന്താണെന്ന് കണ്ടെത്തി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.